ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് പാർട്ട് 2 നമ്മുടെ പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള മോട്ടിവേഷൻ, അതിന്റെ ഫസ്റ്റത്തെ യൂണിറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നത് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള തിയറീസ് ഓഫ് മോട്ടിവേഷന്റെ ഫസ്റ്റത്തെ ഒരു ഭാഗം. അത് ഈ ഒരു യൂണിറ്റ് തന്നെ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് തിയറീസ് ഓഫ് മോട്ടിവേഷന്റെ. അപ്പൊ അതിൽ നമ്മൾ രണ്ട് തിയറീസ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ അടുത്ത രണ്ട് തിയറീസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് ഈ ഒരു യൂണിറ്റ് എൻഡ് ചെയ്യും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ യൂണിറ്റിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മെന്ററിന്റെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സ് തീരുമ്പോഴും അതിലുള്ള സംശയങ്ങൾ അപ്പൊ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അവസാന സമയത്ത് നമ്മൾ വെക്കുന്നത് ബുദ്ധിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, നമ്മൾ ക്ലാസ്സിക്ക് മൂവ് ചെയ്യാം. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ടേം ആണ്. ഈ ഒരു ടേം ഇതിന് പല തിയറീസ് ഉണ്ട്. മോട്ടിവേഷന് ഒരുപാട് തിയറീസ് ഉണ്ട്. ആ തിയറീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പം 5 ടൈപ്പ് ഓഫ് തിയറീസ് മോട്ടിവേഷൻ ഉണ്ട്. അത് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിന്റെ ഫോക്കസ്, അത് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ അതിന്റെ ചരിത്രപരമായിട്ട് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 5 ടൈപ്പായിട്ട് നമ്മൾ മോട്ടിവേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തരം തിരിച്ചിട്ടുള്ളത്. മോട്ടിവേഷന്റെ 5 ഇനങ്ങളാണ് അല്ലെങ്കിൽ 5 തരം തിയറീസ് ആണ് പറയുന്നത്. അപ്പൊ അതിലൊന്നാമത്തത് ബയോളജിക്കൽ തിയറീസ് ആണ്. ബയോളജിക്കൽ തിയറീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിൽ വരുന്നതാണ് ഇന്നേറ്റ് ഇൻസ്റ്റിങ്സ്, അതായത് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങൾ, ലൈക്ക് നമുക്ക് ഹങ്കർ അല്ലെങ്കിൽ തേഴ്സ്റ്റ്, വിശപ്പ്, ദാഹമൊക്കെ പോലെ ഇതൊക്കെ നമ്മളെ ബയോളജിക്കൽ ആയിട്ട് ഉണ്ടാവുന്ന മോട്ടിവേഷൻ ആണ്. അപ്പൊ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന തിയറീസിന് നമ്മൾ ബയോളജിക്കൽ തിയറീസ് എന്ന് പറയും. അതുപോലെ ഫിസിയോളജിക്കൽ ഡ്രൈവ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡ്രൈവ്സ് അല്ലാന്നുണ്ടെങ്കിൽ പ്രേരണകൾ. അപ്പൊ ഇതൊക്കെ ബയോളജിക്കൽ തിയറീസിന്റെ അണ്ടറിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് വരുന്നത് കണ്ടന്റ് തിയറീസ് ആണ്. കണ്ടന്റ് തിയറീസ് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ എന്താണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന തിയറീസിനാണ് കണ്ടന്റ് തിയറീസ് എന്ന് പറയാം. കണ്ടന്റ് തിയറീസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട തിയറികൾക്ക് കണ്ടന്റ് തിയറീസ് എന്ന് പറയും. അടുത്തത് പ്രോസസ് തിയറിയാണ്. പ്രോസസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മോട്ടിവേഷൻ ഉണ്ടാകുന്നു, അതിന്റെ ആ ഒരു പ്രോസസ്, അതിന്റെ ആ ഒരു രീതി, അതിന്റെ ഒരു ക്രമം എങ്ങനെയാണ് എന്നതിനെ ബന്ധപ്പെട്ടിട്ടുള്ള തിയറികളെ പ്രോസസ് തിയറീസ് എന്ന് പറയും. ഇപ്പൊ ഇതിന്റെ അണ്ടറിലൊക്കെ ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. ഇപ്പൊ ബയോളജിക്കൽ തിയറിന്റെ അണ്ടറിൽ തന്നെ ഇൻസ്റ്റിങ്ക്ട് തിയറി വരുന്നുണ്ട്, ഡ്രൈവ് റിഡക്ഷൻ തിയറീസ് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിന്റെ അണ്ടറിലും ഒരുപാട് തിയറീസ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ 4 തിയറികളെ പറ്റിയിട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ പറയുന്നത്. തിയറീസ് വേറെ 4 തിയറീസിനെ പറ്റിയിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. അടുത്തത് വരുന്നത് ഇൻസെന്റീവ് തിയറിയാണ്. ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് കിട്ടുന്ന പ്രൈസുകളാവാം, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ പ്രശംസിക്കുന്നതാവാം. ഇതൊക്കെ ഇൻസെന്റീവ്സിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന മോട്ടിവേഷൻ, ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന മോട്ടിവേഷൻ നമുക്ക് എന്ത് പറയാം, ഇൻസെന്റീവ് തിയറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് വരുന്നത് കോഗ്നിറ്റീവ് തിയറീസ് ആണ്. മോട്ടിവേഷന്റെ 5ാമത്തെ ടൈപ്പ് തിയറിയാണ് കോഗ്നിറ്റീവ് തിയറി അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ വരാം, ബിലീഫ്സ്, നമ്മുടെ വിശ്വാസങ്ങള്, അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകള്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോട്ടിവേഷന്റെ തിയറികളെ കോഗ്നിറ്റീവ് തിയറിയുടെ അണ്ടറിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് തിയറീസ് മോട്ടിവേഷന് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞൊരു കാര്യത്തെ ബ്രീഫ് ചെയ്തിട്ട് അതിലൊരു ഫ്ലോ ചാർട്ട് ആക്കിയതാണ് 5
തിയറീസ്: ബയോളജിക്കൽ, കണ്ടന്റ്, പ്രോസസ്, ഇൻസിൻറ്റീവ് ആൻഡ് കൊഗ്നിറ്റീവ്. ഇത് നിങ്ങൾ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതിന്റെ ഫസ്റ്റിലെ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാണാതെ പഠിക്കണം ഈ ഒരു 5 ടേംസ്. ഇനി ആദ്യത്തെ ഒരു തിയറി ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയാണ്. ഇൻസ്റ്റിങ്ക്റ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മലയാളം മീനിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. സഹജവാസന സിദ്ധാന്തം എന്നാണ് ഇതിന് പറയുന്നത് അല്ലെ. ഇതിന് സൈക്കോളജിസ്റ്റുകൾ ഇതിന് എന്താണ് ഡെഫിനിഷൻ കൊടുത്തത് നമുക്ക് നോക്കാം. ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സഹജവാസന എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കെന്ന് മനസ്സിലാവും, നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ, അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എന്ത് പറയാം, വിശപ്പ്, ദാഹം, ഇതൊക്കെ നമുക്ക് ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെ കിട്ടുന്ന സാധനങ്ങളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകളാണ്, അല്ലെങ്കിൽ സഹജവാസനകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് മുഖേന ഉണ്ടാവുന്ന ബിഹേവിയറുകളെ അല്ലെങ്കിൽ പെരുമാറ്റത്തിനെ നമുക്ക് പറയാം ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയുടെ അണ്ടറിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് വിശപ്പ് വരും അല്ലെ. വിശപ്പ് വരുന്ന സമയത്ത് നമ്മൾ വിശപ്പ് അകറ്റാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു പ്രവൃത്തി എങ്ങനെ ഉണ്ടാവുന്നതാണ്? നമ്മുടെ ശരീരത്തിന് ഉള്ളിലെ ഒരു സഹജവാസന മുഖേന ഉണ്ടാകുന്ന ഒരു പെരുമാറ്റമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയെ ഇവര് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സൽ ആണ്. അതായത് എല്ലാ ആളുകൾക്കും ഇത് ഒരുപോലെയാണ് ഉണ്ടാവുക. അതുപോലെ അൺലേൺഡ് ആണ്. അതായത് ഇതാരും നമ്മൾ ജനിച്ചതിന് ശേഷം പിന്നീട് പഠിക്കുന്നതൊന്നുമല്ല. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അല്ലെ. വിശപ്പ് അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് വിശപ്പും ദാഹമൊക്കെ. അതുപോലെ പല കാര്യങ്ങളും, പല എക്സാമ്പിൾസും നമുക്ക് ഇത് വേറെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഇത് ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ്. വിശപ്പ് ഉണ്ടാവുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ്. അങ്ങനെ എന്താവും, നമ്മുടെ വിശപ്പ് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് ഓട്ടോമാറ്റിക് ആണ് അല്ലെ. ദാഹം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം, വെള്ളം കുടിക്കണം എന്ന് ആലോചിക്കേണ്ട ആവശ്യം പോലും നമുക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ശ്വാസം വലിക്കണം എന്ന് നമ്മളൊരു ആഗ്രഹിച്ചിട്ടുണ്ടാവുന്ന കാര്യമൊന്നുമല്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അതുപോലെ ഇത് ലിങ്ക്ഡ് ടു സർവൈവൽ ആൻഡ് അഡാപ്റ്റേഷൻ. ഇത് മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ്. ഇത് നമ്മുടെ സർവൈവൽ, അതായത് നമ്മൾക്ക് ഈ ഒരു ഭൂമിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തിയറി വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ അഡാപ്റ്റേഷൻ, നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആയി പോവാൻ, അതായത് നമ്മൾ ജീവിക്കുന്നത് ചൂട് ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ആ സ്ഥലത്തിനോട് അല്ലെങ്കിൽ ആ ചൂടിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിനോട് ഉള്ള ഒരു ഒരു മാർഗമാണ് അല്ലെ. അപ്പൊ അതാണ് അഡാപ്റ്റേഷനും സർവൈവലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയുടെ എക്സാമ്പിളുകളായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് പറയുന്നത് ഒന്ന് ഹങ്കർ, വിശപ്പ് അല്ലെ. വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുന്നു. അടുത്തത് ഡേഞ്ചർ അല്ലെങ്കിൽ അപായം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യും. എന്താണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്? മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഒരു സംശയമുണ്ട്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു അപായം വരുമ്പോൾ അതിനോട് നമ്മൾ ചെറുത്ത് നിൽക്കുക. ഒന്നെങ്കിൽ ഒരാൾ നമ്മളെ തല്ലാൻ വരുന്ന സമയത്ത്, ഉദാഹരണം നോക്കുകയാണ്, ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളോട് ചെറുത്ത് നിൽക്കുക. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിമാനം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഓടി രക്ഷപ്പെടുന്നതിനാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപായം വരുമ്പോൾ ഈ ഒരു 2 റെസ്പോൺസുകൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഇൻഫാന്റ് ക്രൈയിങ്, അതായത് ചെറിയ കുട്ടികൾ കരയില്ലേ. ഈ കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, സഹജവാസനയാണ്, ജനിക്കുമ്പോഴേ കിട്ടുന്നതാണ് കുട്ടികളുടെ കരച്ചില്. അപ്പൊ അതെന്തിനാണ്? അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ കരയുന്നത്. അടുത്തത് റൊമാൻറ്റിക് ഡ്രൈവ് ഉണ്ടാകുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് റൊമാൻസ് കാണിക്കുന്നതൊക്കെ എന്തിനാണ്? അപ്പൊ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ്. അടുത്തൊരു ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിനുള്ളത്. അതുപോലെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, മലയാളത്തിൽ എന്ത് പറയും ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലോറേഷൻ ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയി
അല്ലെങ്കിൽ അത് അറിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു കാര്യം നമ്മളെ മൈൻഡിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും, അല്ലെ? അപ്പൊ എന്തെങ്കിലും ഒരു മൂവി നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറയുന്നു, അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂരിയസ് ആവും, അല്ലെങ്കിൽ അത് കണ്ടേ തീരൂ എന്നുള്ള ഒരു ലെവൽ ഓഫ് മെന്റാലിറ്റി എത്തുന്ന സമയത്ത് ആ മൂവി കാണാൻ വേണ്ടിയിട്ട് പോകും, അല്ലെങ്കിൽ ആ മൂവി മൊബൈലിൽ എത്തുന്ന സമയത്ത് കാണുന്നു. ഇതൊരു എക്സ്പ്ലോറേഷൻ ആണ്. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഇതിനു വേണ്ടി പറയാൻ പറ്റും. ഇൻസ്റ്റിങ്ക്റ്റിന് വേണ്ടിയിട്ട് പറയാൻ പറ്റും. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹജവാസനയാണ്. നമ്മളെ ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെ ജനിക്കുന്ന ഒരു സാധനമാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും നികത്താൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവും, ചില പെരുമാറ്റങ്ങൾ, ബിഹേവിയറുകൾ ഉണ്ടാകും എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അടുത്തത് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് പറയുന്നത്. ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് തിയറി എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ അത് എത്ര കാലം മുമ്പ് മുതൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ പറയുന്നത്. അതായത് വില്യം ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? വില്യം ജെയിംസിനെ നമ്മൾ അതിനു മുമ്പ് സ്ട്രക്ചറലിസത്തിലൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് വില്യം ജെയിംസ്. അപ്പം വില്യം ജെയിംസ് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റുകൾ നമ്മുടെ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു, ഷെയ്പ്പ് ചെയ്യുന്നു. ഇൻസ്റ്റിങ്ക്റ്റുകൾ നമ്മുടെ ബിഹേവിയറിനെ, അതായത് നമ്മളെ പെരുമാറ്റത്തെ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് നമുക്ക് വിശപ്പ് ഉണ്ടായാലാണ് നമ്മൾ ഭക്ഷണം അന്വേഷിക്കുന്നുള്ളൂ. അപ്പം വിശപ്പ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മുടെ ഭക്ഷണത്തെ അന്വേഷിക്കുക എന്നുള്ള ഒരു ബിഹേവിയറിനെ, ആ സ്വഭാവത്തെ ഉണ്ടാക്കുന്നു എന്നാണ് വില്യം ജെയിംസ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഫ്രൂയിഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രൂയിഡ് പറഞ്ഞിട്ടുള്ളത്, ഫ്രൂയിഡിന്റെ സൈക്കോ അനാലിസിസ് ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു സിലബസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്സ് നമ്മുടെ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ മൈൻഡും അൺകോൺഷ്യസ്നെസ്സും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്സ്. ഉദാഹരണം വിശപ്പ്, ദാഹം, അല്ലെങ്കിൽ റൊമാൻസ്. ഈ കാര്യങ്ങളൊക്കെ ഫ്രൂയിഡ് പറയുന്നത് സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇദ്ദേഹവും വില്യം ജെയിംസും ഈ ഒരു കാര്യത്തിൽ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തത് പറയുന്നത് ഡാർവിൻ. ഡാർവിൻ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരുപാട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇദ്ദേഹം എവല്യൂഷണറി തിയറീസ്, അല്ലെ? അതായത് പരിണാമ സിദ്ധാന്തം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് സർവൈവൽ ബേസ്ഡ് ബിഹേവിയേഴ്സ് ആണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ്. സർവൈവൽ ബേസ്ഡ് ബിഹേവിയേഴ്സ്, അതായത് നമുക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ, നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ചില പ്രക്രിയകളാണ്, അല്ലെങ്കിൽ പ്രവൃത്തികളാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ് ഡാർവിൻ പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ആർക്കും ജീവിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ സർവൈവ് ചെയ്യണം നമുക്ക് ഭൂമിയിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡാർവിൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ് ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയുടെ ശക്തി, അതായത് ഇത് എത്രമാത്രം എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഇതിന്റെ ലിമിറ്റേഷൻസ്, ഇതിന് എത്രമാത്രം പരിമിതികളുണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ട്രെങ്ത്തും ലിമിറ്റേഷനും. അപ്പം ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയിൽ ആദ്യമായിട്ട് പറയുന്ന സ്ട്രെങ്ത് അതിന്റെ ജനറ്റിക് ബേസിസ് ആണ്. അതായത് ഇതില് നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, അതായത് ഇന്നേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പം ഇതിന്റെ ഏറ്റവും നല്ലൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ശക്തി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് ജനറ്റിക്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് മനുഷ്യന്റെ ശരീര നിർമ്മിതികൾ അതുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ശരീരത്തിന് ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്നതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അടുത്തത് യൂണിവേഴ്സൽ പാറ്റേൺസ് ആണ് ഇതിനുള്ളത്. അതായത് എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ടാവും. ഈ ഒരു തിയറി എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ആണ്. നമ്മൾ നേരത്തെ ഡാർവിന്റെ കാര്യം പറഞ്ഞു, അല്ലെ? അപ്പം എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിലും ഈ ഒരു കാര്യം, അതായത് ഇൻസ്റ്റിങ്ക്റ്റുകളെ പറ്റിയിട്ട് പരിണാമത്തിലും ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള 3 സ്ട്രെങ്ത്തുകൾ ഇതിനുണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ലിമിറ്റേഷൻസിന്റെ പരിമിതികൾ. ഈ ഒരു തിയറിക്കുള്ള പരിമിതികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് ഓവർ സിംപ്ലിഫൈസ് ബിഹേവിയർ, അതായത് നമ്മളെ ബിഹേവിയറിനെ അല്ലെങ്കിൽ പെരുമാറ്റത്തെ വളരെ കുറച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ബിഹേവിയറിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. ഇതിൽ ആ ഇൻസ്റ്റിങ്ക്റ്റുകളെ പറ്റിയിട്ടാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഊന്നി പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റുകളെ പറ്റിയിട്ടാണ്. ബിഹേവിയറുകളെ പറ്റിയിട്ട് അധികം സംസാരിക്കുന്നില്ല. അപ്പൊ അത് ഇതിന്റെ ഒരു പരിമിതിയാണ്. അടുത്തത് ഇത് ഇഗ്നോസ് എൻവിറോൺമെന്റ് ഓർ ലേണിംഗ്. ഇത് നമ്മുടെ ചുറ്റുപാടുകളെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ലേണിങ്ങിനെ പറ്റിയിട്ടും ഒന്നും പറയാം. അപ്പൊ ഇതിൽ നമ്മളൊന്നും പഠിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും എന്ത് പറയുന്നില്ല,
ഈ ഒരു ഇൻസ്റ്റിങ്റ്റുകളെ പറ്റിയിട്ട് പറയുന്നില്ല. ഈ ഒരു തിയറിയിൽ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ഹാർഡ് ടു മെഷർ സയന്റിഫിക്കലി, അതായത് ഈ ഒരു ഇൻസ്റ്റിങ്റ്റുകളെ നമുക്ക് സയന്റിഫിക്കലി ശാസ്ത്രീയപരമായിട്ട് അളക്കാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നുള്ള 3 പരിമിതികളും ഈ ഒരു തിയറിക്കുണ്ട്. ഇനി അടുത്തത് നമ്മൾ അടുത്തൊരു തിയറി പറയുന്നത് 4 തിയറീസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ രണ്ടാമത്തെ തിയറിയാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി, അതായത് പ്രേരണ ലഘൂകരിക്കൽ സിദ്ധാന്തത്തിലെ മലയാളം ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ് പ്രേരണ ലഘൂകരിക്കൽ സിദ്ധാന്തം. അപ്പൊ പ്രേരണ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞ ഡ്രൈവ് അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണകളാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ത്വര എന്ന് പറയും. ചില കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ത്വര എന്ന് പറയും, ചില പ്രേരണകൾ എന്ന് പറയും, ചിലരെന്ത് മറ്റു പല വേർഡുകളും പലരും യൂസ് ചെയ്യും. അപ്പം ഈ പ്രേരണകളെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാം? പ്രേരണക്ക് നമുക്ക് എന്തൊരു എക്സാമ്പിൾ പറയാം? എക്സാമിന് ഫസ്റ്റ് നേടണം എന്നുള്ളൊരു പ്രേരണ. അപ്പൊ ആ പ്രേരണയെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെ പറ്റി സംസാരിക്കുന്ന തിയറിയാണ് അല്ലെങ്കിൽ സിദ്ധാന്തമാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, individuals are driven to take action to reduce internal tension caused by unsatisfied physiological needs. അപ്പൊ നമ്മുടെ ഉള്ളില് നമുക്ക് സാറ്റിസ്ഫൈ ആവാത്ത ചില ടെൻഷനുകൾ ഉണ്ടാവും. ഫിസിയോളജിക്കൽ ടെൻഷൻ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഭയങ്കര സങ്കടം വന്നു കഴിയുമ്പോൾ അതിന് ഈ സങ്കടത്തെ കുറക്കാൻ വേണ്ടി ചില ആളുകൾ കരയും, ചില ആളുകൾ എന്ത് ചെയ്യും, ട്രിപ്പ് പോകും, ചില ആളുകൾ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യും. ഇങ്ങനെ പല ആളുകൾ പല രൂപത്തിലാണ് ഈ ഒരു പ്രേരണകളെ ചുരുക്കുക എന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ ഉള്ളിൽ കിടക്കുന്ന ടെൻഷനുകളെ കുറക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റാൻ ആളുകൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അതിനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ക്ലാർക്ക് ഹൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റും, അദ്ദേഹത്തിന്റെ ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കിൽ നിന്നാണ് ക്ലാർക്ക് ഹൾ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നമുക്ക് നോക്കാം. ഡ്രൈവ് റിഡക്ഷൻ, നമ്മൾ ഇത് മുമ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഫസ്റ്റത്തെ ഇമോഷന്റെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. അതായത് ഇതിൽ 4 രൂപത്തിൽ 4 കോമ്പണൻസ് ആയിട്ട് 4 പ്രോസസ്സ് ആയിട്ട് നടക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് വരച്ചതായിട്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഒന്നുകൂടെ കാണേണ്ടി വരും. അതായത് 4 പ്രോസസ്സുകളായിട്ടാണ് അല്ലെങ്കിൽ 4 ഭാഗം ആയിട്ടാണ് 4 പ്രവൃത്തികളായിട്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു ഡ്രൈവ് റിഡക്ഷന്റെ പ്രോസസ്സ് നടക്കുന്നത്. അല്ലെങ്കിൽ പ്രേരണ നമ്മൾ ലഘൂകരിക്കണമെങ്കിൽ ആദ്യം നീഡ് വരണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. അതായത് ആദ്യം ഒരു ആവശ്യകത വരണം. ആ നീഡ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ഇംബാലൻസ് വരും, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ അല്ലെ. വിശപ്പ് വരുമ്പോൾ നമുക്ക് വിശപ്പ് നികത്തണം എന്നുള്ള ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ വരുന്നു. അടുത്തത് വരുന്നത് ഡ്രൈവാണ്. ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടീവ് അല്ലെങ്കിൽ പ്രേരണ, അതൊരു ടെൻഷനായിട്ട് അല്ലെ. വിശക്കുമ്പോൾ ഒരു ടെൻഷൻ വരും. എന്നിട്ട് ആ ഒരു ടെൻഷൻ നികത്താനായിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്നൊരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പെരുമാറ്റം ഉണ്ടാവും. അതൊരു ആക്ഷൻ ആണ് അല്ലെ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്ഷൻ എടുക്കും. അപ്പൊ ആ ഒരു വിശപ്പ് നികത്താൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളെ ശരീരത്തിൽ ഒരു ബാലൻസ് വന്നു, വിശപ്പ് അടങ്ങി, അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ബാലൻസ് വന്നു. ഇങ്ങനെ 4 സ്റ്റെപ്പുകളായിട്ട് ഒരു സൈക്കിളായിട്ട് ഒരു പ്രോസസ് ആയിട്ടാണ് ഈ ഒരു ഡ്രൈവ് റിഡക്ഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡ്രൈവ്സിന് പല ടൈപ്പുകളുണ്ട്. അതുപോലെ അതിന്റെ എക്സാമ്പിൾസും നമ്മൾ ഇതിൽ പറയും. അപ്പൊ ഓക്കെ, ടൈപ്സ് ഓഫ് ഡ്രൈവ്സിൽ ആദ്യം പ്രൈമറി ഡ്രൈവ്സ് വരുന്നുണ്ട്, പിന്നെ സെക്കൻഡറി ഡ്രൈവ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രൈമറി സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട് പ്രൈമറി സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രേരണകൾക്കാണ് നമ്മൾ പ്രൈമറി ഡ്രൈവ്സ് എന്ന് പറയാം. അപ്പൊ അതിലൊന്നാമത്തത് ഹങ്കർ. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്. അപ്പൊ ഉറക്കം അല്ലെങ്കിൽ ദാഹം, വിശപ്പ്, ഇതൊക്കെ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രേരണകളാണ്. അപ്പൊ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിച്ചു പോകുമ്പോൾ കഴിയില്ല അല്ലെ. അപ്പോ ഈ ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ് ഒക്കെ പോലെ പ്രൈമറി ഡ്രൈവ്സ്
ഒരാൾക്ക് അത് നികത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ലഘൂകരിച്ച് കഴിഞ്ഞാലേ അദ്ദേഹത്തിന് സെക്കൻഡറി ഡ്രൈവ്സ് ഉണ്ടാവുള്ളൂ. എന്താണ് സെക്കൻഡറി ഡ്രൈവ്സ്? ഒരു ഉദാഹരണമാണ് മണി അല്ലെങ്കിൽ സ്റ്റാറ്റസ്. ഒരാൾക്ക് പൈസ കിട്ടുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സോഷ്യലി അല്ലെങ്കിൽ സമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ആവശ്യം, ഇതൊക്കെ വരുന്നത് സെക്കൻഡറി ഡ്രൈവ്സിൽ. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു രണ്ടാം കിട പ്രേരണകളാണ്. അപ്പോൾ ആദ്യത്തെ പ്രേരണകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രൈമറി ഡ്രൈവ്സ് നികത്തി കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡറി ഡ്രൈവ്സ് ഒരാൾക്ക് ആവശ്യം വരുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഡ്രൈവ് റിഡക്ഷൻ തിയറിയിലെ രണ്ട് ഡ്രൈവ്സിന്റെ ടൈപ്സുകളിൽ നമ്മൾ പറയുന്നത്. അപ്പം ഇതിന് ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ബ്രെത്ത് ഹോൾഡിങ്. നമ്മളെ ബ്രീത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് കുറച്ചു നേരം, അപ്പൊ നമുക്ക് എന്ത് വരും? ശ്വാസം വിടാനുള്ള ഒരു ഡ്രൈവ് വരും അല്ലേ? നമുക്കൊരു പ്രേരണ വരുന്നുണ്ട് ശ്വാസം വിടാനുള്ള. ഒരുപാട് നേരം നമുക്ക് ശ്വാസം പിടിച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇത് ശ്വാസം വിടാനുള്ള ഒരു ആഗ്രഹം, ഒരു പ്രേരണ നമുക്ക് വരികയും അങ്ങനെ അത് വിട്ടു കഴിഞ്ഞാൽ, ശ്വാസം വിട്ടു കഴിഞ്ഞാൽ നമുക്കൊരു റിലീഫ് വരികയും ചെയ്യും. അപ്പൊ ഇത് സാധാരണഗതിയിൽ ഡ്രൈവ് റിഡക്ഷൻ തിയറിയുടെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ്. നമ്മൾ ശ്വാസം പിടിക്കുന്നു, ഒരു ശ്വാസം വിടാനുള്ള ഒരു പ്രേരണ നമുക്ക് വരുന്നു, നമ്മൾ ശ്വാസം വിടുന്നു, അങ്ങനെ നമുക്കൊരു റിലീഫ് വരുന്നു. ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് വരുന്നത് സ്ട്രെങ്ത്സ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ ഇൻസ്റ്റിങ്ക്ട് തിയറിയുടെ ശക്തിയും അതിന്റെ ലിമിറ്റേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ പരിമിതികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇതിന്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത് ഡ്രൈവ് റിഡക്ഷൻ തിയറിയുടെ. അപ്പോൾ ഇതിന്റെ സ്ട്രെങ്ത്തുകളിൽ ഒന്നാമത്തത് പറയുന്നത് ക്ലിയർ ഫിസിയോളജിക്കൽ ബേസിസ്. അതായത് ഈ ഒരു തിയറിക്ക് ഇതിനും ഫിസിയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ശാരീരികമായി ഇതിനൊരു ബേസിസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വെറും എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിലുള്ളത്. നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസുകളെ, ബ്രെയിനിനെ എല്ലാം എഫക്ട് ചെയ്യുന്ന കാര്യമാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി. പിന്നെ അടുത്തത് പറയുന്നത് ഇതിൽ റീഇൻഫോഴ്സ്മെന്റ് ഇമ്പോർട്ടൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇൻസെന്റീവുകൾ അല്ലെങ്കിൽ സെക്കൻഡറി ഡ്രൈവ്സിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, മണി അല്ലെങ്കിൽ പ്രൈസ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പം ആളുകളുടെ അടുത്ത് നിന്നും മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്നും റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ പണം, സാലറി കൂടുതൽ കിട്ടുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു തിയറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് ഇത് ഇൻഫ്ലുവൻഷ്യൽ ഏർലി മോഡലാണ്. അതായത് ഈ ഒരു മോഡൽ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. അതായത് വളരെ സ്വീകാര്യമായ ആദ്യത്തെ മോഡലാണ്. അപ്പം മോട്ടിവേഷന്റെ ഒരുപാട് തിയറീസ് പിന്നീട് വന്നതുണ്ട്, ആദ്യം വന്നതുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും സ്വീകാര്യമായ ആദ്യത്തെ തിയറിയാണ് ഈ ഒരു ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി ഇതിനും ലിമിറ്റേഷൻസ്, പരിമിതികളും നെഗറ്റീവ് വശങ്ങളും ഇതിനുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തത് ഡസൻ എക്സ്പ്ലെയിൻ ക്യൂരിയോസിറ്റി. അപ്പൊ ഇതിൽ ക്യൂരിയോസിറ്റിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നില്ല അല്ലെ? അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി നികത്താൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പല പ്രവർത്തനങ്ങളും ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഒരു മൂവിയുടെ എൻഡിങ് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് വളരെ അടിപൊളിയാണെന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുകയും അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ മൂവി കാണുകയും ചെയ്യുന്നു. പക്ഷെ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു തിയറിയിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിമിതി. അടുത്തത് ഇഗ്നോർസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മുടെ അകത്ത് നിന്നുണ്ടാകുന്ന മോട്ടിവേഷൻസ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വമേധയാ നമുക്ക് തോന്നുന്ന മോട്ടിവേഷന് ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. അപ്പൊ അതിനെ ഈ ഒരു തിയറിയിൽ ഇഗ്നോർ ചെയ്യുന്നു, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു ഇതിന്റെ പരിമിതിയാണ്. അടുത്തത് നോ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ്. ഇതില് നമ്മുടെ ചിന്ത അല്ലെങ്കിൽ ഇന്റലിജൻസ്, പ്രോബ്ലം സോൾവിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു പരിമിതിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ശക്തിയും പരിമിതിയും പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു ക്ലാസ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്തിട്ട് ക്ലാസ് ഒന്നുകൂടെ കാണുക. അതുപോലെ കൂടുതൽ മനസ്സിലാക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.